അർജുനൻ്റെ വാറിയർ എന്നുള്ള സെൽഫ് ഇമേജിൽ മാറ്റമുണ്ടായപ്പോഴാണ്, ലാർജർ പിക്ചർ ഉൾക്കൊള്ളാൻ പറ്റിയപ്പോഴാണ് അർജുന വാസ് ഏബിൾ ടു ഫൈറ്റ് ദ വാർ സക്സസ്ഫുള്ളി. എന്ന് പറയുന്നത് പോലെ അവനവൻ്റെ ജീവിതത്തെ പറ്റി ഒരു സെൽഫ് ഇമേജ് ഉണ്ടല്ലോ. ഇപ്പോൾ സിവിൽ സർവീസ് കയറി, ഐ കൺസിഡർ മൈ സെൽഫ് ആസ് എ IAS ഓഫീസർ. ഞാനിങ്ങനെ കൊള്ളാമെന്നൊക്കെ ഉള്ള ആളാണ്, ഞാൻ എന്നെ പദവിയിലൊക്കെ എത്തും. പിന്നെ മൈ സെൽഫ് ഇമേജ് ഹാസ് ടേക്കൺ മീ ബിയോണ്ട് ദാറ്റ്. IAS ഉദ്യോഗസ്ഥനാണ്, മോശമൊന്നുമില്ല, അത് ഐ ഹാവ് ടു ഡു വെൽ. ബട്ട് ദാറ്റ് ഈസ് ഓൺലി വൺ ഇമേജ് ഐ ഹാവ് ഓഫ് മീ. മൈ സെൽഫ് ഇമേജ് ഹാസ് മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് എന്ന് എനിക്ക് തോന്നുന്നു. I want to be a good human being, a continuously evolving human being. I want to be a writer. I want to be a public speaker who can influence people. അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ വായിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കണം. You should be able to travel. So if you are able to travel, you should have a good health. അപ്പോൾ എൻ്റെ സെൽഫ് ഇമേജിൽ ഞാനൊരു വളരെ കുടവയറൊക്കെ ആയിട്ടിരിക്കുന്ന ഒരു തടിമാടൻ എന്നൊരു ഇമേജ്, എനിക്ക് ഫിസിക്കൽ ഇമേജും ഇല്ല. My self-image is of a very lean fellow who is healthy enough to walk very briskly all around. എങ്കിൽ മാത്രമേ എൻ്റെ മറ്റേ സെൽഫ് ഇമേജ് നേരെ കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ. I have to be a writer, so I have to be a reader. If I have to be a writer, എനിക്ക് വായിച്ചാൽ മാത്രം പോരാ, എനിക്ക് എൻ്റേതായിട്ടുള്ള moments of reflection ഉണ്ടാവും. I should have my space and time managed in such a way that I am able to write. അപ്പോൾ എൻ്റെ അഥവാ എൻ്റെ സെൽഫ് ഇമേജിൻ്റെ മൾട്ടിപ്പിൾ ഡയമെൻഷൻസിനെ പറ്റി ബോധ്യത്തോടു കൂടി ജീവിച്ചത് കൊണ്ടാവണം ഐ ഹാഡ് മാനേജ്ഡ് മൈ ടൈം ഫെയർലി വെൽ എന്നേ പറയാൻ പറ്റും, നോട്ട് ഐഡിയലി വെൽ. പക്ഷേ അതുകൊണ്ട് എന്താണ്, ഐ ആം ഹാപ്പി ദാറ്റ് മൈ ഇമേജ് ഓഫ് മൈസെൽഫും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസത്തെ ജീവിതവുമായിട്ട് വലിയ ഡൈവേർജൻസ് ഇല്ല. ഇറ്റ് ഈസ് മോർ ഓർ ലെസ് ഇൻ ടാൻഡം വിത്ത് വാട്ട് ഐ വാണ്ടഡ് ടു ബി.